സന്ധ്യ കഴിഞ്ഞാ ജാനിമോളെ ഒറ്റയ്ക്ക് വീട്ടിൽ നിർത്തുന്നത് ശരിയാണോടി? പ്രായം തികഞ്ഞ ഒരു പെണ്ണല്ലേ അവള്? അതുകൊണ്ടാണല്ലോ ചിലർക്ക് അവളോട് അലിവ് കൂടുതൽ. അമ്മ പൊക്കോ. വിശേഷങ്ങളൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ വിളിച്ച് അറിയിക്കാം. വിഷമിക്കരുന്ന് ജാനുമോളോട് പ്രത്യേകം പറയണം. നമുക്കുള്ളതിനേക്കാൾ ആദ്യം അവൾക്കായിരിക്കും. അപ്പുണ്ണിന്ന് വെച്ചാൽ അവൾക്ക് ജീവനാ. ഒബ്സർവേഷന് വേണ്ടി ഐസിയു കിടത്തിക്കണമെന്ന് പറയണം. നുണയൊന്നും പറയണ്ട. നമ്മൾ കള്ളം പറഞ്ഞാൽ ജാനുമോൾക്കത് അപ്പം തന്നെ മനസ്സിലാവും. ഞാൻ അന്വേഷിച്ചൊന്നും കൂടെ കൊച്ചുമോളോട് പറഞ്ഞേക്ക്. എന്റെ അപ്പുണ്ണിക്കൊന്ന് സുഖം ആയിക്കോട്ടെ. വിജയേട്ടാ, ആ മൊബൈലും തന്നെ. ഞാൻ കരുനാഗപ്പള്ളിക്ക് വിളിച്ച് അമ്മയോടൊന്ന് പറയട്ടെ. ഓ, അവരുടെ ഒരു കുറവും കൂടി ഉള്ളൂ ഇവിടെ. അപ്പുണ്ണിയുടെ മുഖത്തൊന്ന് ചോര ഒലിക്കുന്ന കണ്ടപ്പോ എന്റെ സുബോധം തന്നെ നശിച്ച പോലെയായി. ഇറങ്ങിയപ്പോ മൊബൈൽ എടുക്കുന്ന കാര്യമൊന്നും ഓർത്തില്ല. എങ്കിലും സാരിയൊക്കെ മാറി മേക്കപ്പ് ചെയ്യാൻ നീ മറന്നില്ലല്ലോ അല്ലേ? എന്റെ വിജയേട്ടാ, അങ്ങനെയൊന്നും പറയല്ലേ. അപ്പുണ്ണി വീണ് കിടക്കുമ്പോ ഞാൻ മേക്കപ്പ് ഇടാൻ നിൽക്കോ? ഗീത ടീച്ചറുടെ ഹൗസ് വാമിംഗ് ആയിരുന്നു. പാലുകാച്ചിന് വിളിച്ചിട്ട് ചെന്നില്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കാനുള്ള മടി കൊണ്ടാണെന്ന് വിചാരിക്കില്ലേ? അതുകൊണ്ട് ഞാൻ പോകാൻ ഒരുങ്ങുമായിരുന്നു. അപ്പോഴാ അപ്പുണ്ണിയുടെ നിലവിളി കേട്ടത്. ഒന്നുമല്ലേലും ഞാൻ അവന്റെ പെറ്റമ്മയല്ലേ വിജയേട്ട. കുറ്റം പറയുമ്പോ അതെങ്കിലും ഓർക്കണ്ടേ? അമ്മ നാളെ വരാന്ന് പറഞ്ഞു. ഓ, എന്തൊരു ഔദാര്യം. ചന്ദ്രേട്ടൻ അവിടെ ഇല്ല, കോയമ്പത്തൂർക്ക് പോയിരിക്കുക. അമ്മ പോന്ന പ്രീതേച്ചി ഒറ്റയ്ക്കാവില്ലേ? എന്തൊരു കുടുംബസ്നേഹമുള്ളൊരമ്മ.